അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചു മകൻ വലുതാവണം, വിജയിക്കണം, ജീവിതത്തിൽ സക്സസ് ആവണം. അങ്ങനെയല്ലേ ആഗ്രഹം ഉണ്ടാവുക? അല്ലേ? നമ്മളൊക്കെ അമ്മയും അച്ഛനൊക്കെ അങ്ങനെയല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? തല്ലി പഠിപ്പിച്ച് എന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലിക്കാരനാക്കണം എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചു. അതെന്താണെന്ന് പോലും എനിക്ക് ചിന്തയില്ലാത്തത് കൊണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് നടന്നു. സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ വിട്ടു. 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഇപ്പൊ പഠിപ്പിക്കും എന്ത് വിജയിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെയല്ലേ സ്കൂളിൽ പോകുമ്പോൾ ചിന്തിക്കാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. നന്നായി പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചാൽ ജീവിതത്തിൽ അല്ലേ, ജീവിതത്തിൽ സക്സസ് ആവാം, വിജയിക്കാം എന്നാണ് നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ കേട്ട് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് 50 മാർക്കിനാണ് ടെസ്റ്റ് ഇടുക. അതിൽ 18 കിട്ടിയാൽ ജയിക്കും, 17 കിട്ടിയാൽ എന്താവും? തോക്കും. അപ്പൊ 4-5 ക്ലാസ്സുകൾ ഒരുമിച്ച് നിർത്തിയതിന്റെ ഇടയ്ക്ക് ഓരോ ബോർഡ് വെച്ച ക്ലാസ്സിലൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നത്. 4ാം ക്ലാസ്സിൽ ഏത് ഒരു സ്കൂളിലുണ്ടാവും പേടിയുള്ള ഒരു അധ്യാപകൻ, അല്ലേ? ഞങ്ങളുടെ സ്കൂളിൽ ഒരു മുരളി മാഷായിരുന്നു. അപ്പൊ മാഷിന്റെ ക്ലാസ് ടെസ്റ്റിൽ ഞാനൊക്കെ നല്ല പഠിക്കുന്നതുകൊണ്ട് തന്നെ മാഷ് എന്ത് ചെയ്തു, 17 കിട്ടിയവരെ ആദ്യം വിളിക്കും. 17 കിട്ടിയവർക്ക് സ്ലൈറ്റിൽ 17 എഴുതി വട്ടം വരച്ച് സ്റ്റേജിൽ തന്നെ ഈ ഡെസ്കിന്റെ മുകളിൽ കയറി നിൽക്കണം. ഒരടി 17 അവർക്ക് ഒരു മാർക്കാ കുറയുക. 16 കിട്ടിയവന് 2 അടി, 15 കിട്ടിയവന് 3 അടി. ഇങ്ങനെ അടി കിട്ടി. ലാസ്റ്റ് എന്ത് സംഭവിക്കും? ലാസ്റ്റ് മുമ്പിൽ പറയും എല്ലാവരും വട്ടം വരച്ച് അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എഴുതണം. എന്നിട്ട് 17 കിട്ടിയപ്പോൾ 16 കിട്ടിയവന് 10 പുറകെ പിടിക്കണം, 16 കിട്ടിയവൻ 15 കിട്ടിയവന്റെ പുറകെ പിടിക്കണം. അപ്പൊ എന്താവും? ട്രെയിൻ പോലെ ഇങ്ങനെ നീളത്തിലെത്തും. എന്നിട്ട് എല്ലാ ക്ലാസ്സിലും പോയിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കണം എന്ത് കിട്ടിയ മാർക്ക്. അന്നേ ആ മാഷിനെ അറിയായിരുന്നു ഞാൻ ഭാവിയിൽ ഒരു ഡ്രൈവർ ആവുന്നുണ്ട്, കാരണം ആ തീവണ്ടി ഓടിച്ചത് ഞാനാണ്. എങ്ങനെയാണ് എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 4ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ നന്നാക്കാൻ വേണ്ടി കോഴിക്കോട് കൊടുവള്ളി, ഞാൻ ജനിച്ചു വീണ സ്ഥലം അവിടെയാണ്. എൻ്റെ അമ്മാവനൊക്കെ ഉണ്ട്. അപ്പൊ അമ്മാവനൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് നന്നാക്കാൻ വിട്ടു. 2 കൊല്ലം കൊണ്ട് അമ്മാവനൊക്കെ നാശമായതുകൊണ്ട് അമ്മമ്മ പറഞ്ഞു തിരിച്ചു കൊണ്ടിരിക്കോ, ഇതുവരെ എടുക്കില്ല എന്ന് പറഞ്ഞു. തിരിച്ചു വീണ്ടും വയനാട്ടിലേക്ക് തന്നെ വന്നു. വയനാട്ടിൽ വന്ന് ക്ലാസ്സൊക്കെ പിന്നെ പതുക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ അവിടെ പഠിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും എന്റെ ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഭയങ്കര കട്ടി മീശയും താടിയും മുടി നീട്ടിയ ആൾക്കാരാണ്. കാരണം പ്രായം കൊണ്ട് എന്നെക്കാൾ മൂത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും ഇരുന്ന് ഉറയ്ക്കൂല, ഇവര് ക്ലാസ്സിൽ ഇരിക്കൂല, ഇവര് കെട്ടിയാടി സിനിമയ്ക്ക് പോകും. ഇവര് പോകുമ്പോൾ എനിക്കൊരു ട്രെയിൻ, ഞാനും ഇവരെ പുറകെ പോകും. അടുപ്പിച്ച് 14 ദിവസം ക്ലാസ് കട്ട് ചെയ്തപ്പോഴാണ് ആരോ വിളിച്ച് വീട്ടിലറിയിച്ചു, അച്ഛൻ തൂക്കി പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകും. പ്രിൻസിപ്പൾ പറഞ്ഞു ഇവനൊക്കെ ഇനി എന്ന് നന്നാവാൻ, അവനൊന്നും ഒരിക്കലും നന്നാവില്ല. കാരണം ഈ 14 ദിവസം ക്ലാസ് മിസ്സാക്കിയവൻ ഇനി ക്ലാസ് പഠിച്ചിട്ട് കാര്യമുണ്ടാവും. അതുകൊണ്ട് ഇവനൊന്നും നന്നാവില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിന്റെ ആദ്യമായിട്ടുള്ള അനുഗ്രഹം കിട്ടി. അപ്പോഴേ ഞാനും തീരുമാനിച്ചു എന്തായാലും വേണ്ടില്ല, മാഷ് പറഞ്ഞതുപോലെ പഠിച്ച് വിജയിക്കണം. അതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇനിയിപ്പോൾ ഈ 14 ദിവസം കൊണ്ടാണ് വിജയിക്കാനുള്ളത് പഠിപ്പിച്ചതെങ്കിൽ എനിക്കത് മിസ്സായില്ലേ. അതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു 1 കൊല്ലം കൂടി ഞാൻ വേണ്ടി ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ അടുത്ത കൊല്ലം പോയിക്കോളാന്ന് പറഞ്ഞ് 1 കൊല്ലം കൂടി അവിടെ ഇരുന്നു. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ ഏറെക്കുറെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കോളേജിൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വണ്ടി